ഒരു അന്യരാജ്യക്കാരന് വേണ്ടിയിട്ട് കേരളം ഫുള്ള് കാത്തിരിക്കുകയാണ്. അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം ഇപ്പോഴും ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. പക്ഷേ എന്നാലും വരും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വരില്ല എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രതിഷേധമായി. അതേപോലെ തന്നെ കരിങ്കൊടി കാണിക്കുന്നു. പിന്നെ ഉദ്ഘാടനത്തിന് മന്ത്രി വരാൻ നേരത്ത് ജേഴ്സി ഇട്ടിട്ട് അവർ പ്രതിഷേധിക്കുന്നു. ഇത്രയൊക്കെ ഫാൻസ് കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള വ്യക്തി ആരാണ്? എന്തുകൊണ്ടാണ് ഇത്രയും ഫാൻസ് ഉണ്ടാവാനുള്ള റീസൺ? വെൽക്കം ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് ബ്രോനോസ്. അത്രയും ഫാൻസ് ഉള്ള വ്യക്തി ആരാണ്? എല്ലാ പ്രായത്തിലുമുള്ള ആൾക്കാരും അദ്ദേഹത്തിൻ്റെ ഫാൻസാണ്. അദ്ദേഹമാണ് ലയണൽ മെസ്സി. 1987 ജൂൺ 27 അദ്ദേഹം ജനിച്ചത്. അർജന്റീനയിലെ റൊസാരിയോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. ജോർജ് ഹൊറാസിയോയുടെയും അതേപോലെ സീലിയ മരിയ കൊച്ചിറ്റീനിയുടെയും മൂന്നാമത്തെ മകനായിട്ടാണ് ലയണൽ മെസ്സിയുടെ ജനനം. സഹോദരങ്ങളുടെ കളി ചെറുപ്പം തൊട്ടേ കണ്ടു വളർന്നുകൊണ്ട് മെസ്സിക്ക് അതിനോട് ഒരു പ്രത്യേക തരം താല്പര്യം ഉണ്ടായിരുന്നു. ഒരിക്കൽ മെസ്സി ഫുട്ബോൾ ഇങ്ങനെ ചുമ്മാ തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി കണ്ടു. മുത്തശ്ശി ആദ്യമേ ഇത് ചെറിയ പിള്ളേർ ചുമ്മാ തമാശയ്ക്ക് തട്ടി കളിക്കുന്നതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ശരിക്കും ഒബ്സർവ് ചെയ്ത സമയത്ത് മെസ്സി ചുമ്മാതെ തട്ടി കളിക്കുന്നതല്ല, എല്ലാ കിക്കിനും അതിൻ്റേതായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് ഏറ്റവും ഫസ്റ്റ് കണ്ടുപിടിച്ചത് മുത്തശ്ശിയാണ്. ഒരു 4 വയസ്സുകാരൻ്റെ കളിയല്ല അവൻ കളിക്കുന്നത് എന്നുള്ളത് മുത്തശ്ശിക്ക് അന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതായത് ബോളിനെ കറക്റ്റ് കാലും കൊണ്ട് തട്ടി അതിനൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത് മെസ്സിക്ക് അതൊരു പ്രത്യേക കഴിവ് കിട്ടിയതുപോലെയായിരുന്നു. ആ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കളി ഒബ്സർവ് ചെയ്തതിലൂടെ മുത്തശ്ശിക്ക് മനസ്സിലായത്. അങ്ങനെ മുത്തശ്ശി കുഞ്ഞി മെസ്സിനെ ഗ്രാൻഡോളയിലുള്ള ഒരു ചെറിയ ക്ലബിലേക്ക് മെസ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കും. ഈ ഗ്രാൻഡോളയിലുള്ള ആ ഫുട്ബോൾ ക്ലബിലേക്ക് മെസ്സിനെ ജോയിൻ ചെയ്യിപ്പിച്ചപ്പോൾ മുത്തശ്ശി അന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അർജൻറ്റീന കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഫുട്ബോൾ കളിക്കാരനാകും നീ എന്ന് പറഞ്ഞിട്ട് മെസ്സിനോട് മുത്തശ്ശി അന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചതെന്താ? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായി മെസ്സി മാറി. കുഞ്ഞി മെസ്സിയുടെ കളി അവിടെ എല്ലായിടത്തും സ്റ്റുഡൻസിൻ്റെ ഇടയിലും ഭയങ്കര ഫേമസ് ആയിരുന്നു. അതുമാത്രമല്ല മെസ്സിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു, ആ കളി എന്താകും, ജയിക്കുമെന്നുള്ളത്. അത് ആ സ്കൂളിലോ അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ മാത്രമായിട്ട് നിന്നതല്ല, എൻറ്റയർ ആ ഒരു ഭാഗം എല്ലാവർക്കും അറിയായിരുന്നു. അതായത് ലയണൽ മെസ്സിൻ്റെ ഫുട്ബോൾ കളീനെ പറ്റി അവിടെ ഫുള്ള് ഫേമസ് ആയി. ഒരിക്കൽ മെസ്സിയും മെസ്സിയുടെ കുടുംബവും ഒരു ഫുട്ബോൾ കളി കാണാൻ വേണ്ടിയിട്ട് പോയി. അത് ആക്ച്വലി മെസ്സിൻ്റെ സഹോദരങ്ങൾ കളിക്കുന്നൊരു ഗെയിമായിരുന്നു. അങ്ങനെ അവർ ആ ഫുട്ബോൾ കളി കണ്ടു. അവർ തിരിച്ച് വീട്ടിലെത്തിയെങ്കിലും സഹോദരങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയില്ല. കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളുടെ ഓപ്പോസിറ്റ് ടീമിൽ കളിക്കുന്ന ഒരു വ്യക്തി മിസ്സിങ് ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കര അർജൻറ്റായിട്ട്, അതായത് എത്രയും വേഗം ആളെ കണ്ടുപിടിക്കണം, ആ സെയിം ഏജ് ഗ്രൂപ്പിലുള്ളത്. അതാണ് അവിടുത്തെ ആൾ മിസ്സിങ് ആയിരുന്നു എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രശ്നം. അങ്ങനെ അവർ ആ ഒരു ആളെ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു തത്രപ്പാടിൻ്റെ ഇടയ്ക്ക് ആരോ അതിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ലയണൽ മെസ്സിയുടെ പേര്. അപ്പോൾ ആ പേര് കേട്ടത് കോച്ച് സാൽവദോർ അപ്രാസിയോ എന്ന് പറഞ്ഞ വ്യക്തിയാണ്, അതായത് മെസ്സിയുടെ കോച്ച്. അദ്ദേഹം ആ പേര് ഇതിന് മുന്നേ എവിടെയും കേട്ടിട്ടില്ല. പിന്നെ ആൾക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടായി. കാരണം ഈ മെസ്സി എന്ന് പറഞ്ഞ കുട്ടിക്ക് ഫുട്ബോളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അറിയാവോ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയിലേക്ക് അദ്ദേഹം പോയി. പക്ഷേ അവിടെ നിന്നവർ പറഞ്ഞു, ഇല്ല, മെസ്സി ചെറുപ്പം തൊട്ടേ കളിക്കുന്നതാണ്, ആൾക്ക് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ കോച്ച് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യമൊന്നും അവർ സമ്മതിച്ചില്ല. കോച്ച് കുറേ പറഞ്ഞു നോക്കി, അപ്പോഴും അവർ സമ്മതിച്ചില്ല. ലാസ്റ്റ് കളി മുടങ്ങുന്ന ഉറപ്പായി കഴിഞ്ഞപ്പോൾ മാനേജ്മെൻറ്റ് സമ്മതിച്ചു. അങ്ങനെ കോച്ച് നേരെ മെസ്സിയുടെ വീട്ടിലേക്ക് ചെന്നു കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മെസ്സിനെ കണ്ടപ്പോൾ കോച്ച് ശരിക്കും പേടിച്ചു പോയി. അതായത് തൻ്റെ തീരുമാനം തെറ്റായി പോയോ എന്നുള്ളൊരു തോന്നൽ വന്നു. കാരണം മെസ്സി വളരെ ചെറുതായിരുന്നു. ഈ ഒരു സെയിം തോന്നൽ പാരൻസിനും വന്നു. പക്ഷേ കോച്ച് അവസാനം കുഴപ്പമില്ല, കാരണം വേറെ വഴിയില്ലാത്തത് കൊണ്ട് കോച്ച് പാരൻസിനെയും പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അതായത് ഇത് ജസ്റ്റ് ഒരാളെ തയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, വേറെ ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബോള് മെസ്സിൻ്റെ അടുത്തേക്ക് വരാതെ നോക്കിക്കോളാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ പാരൻസ് കൺവിൻസ്ഡായി. കോച്ച് മെസ്സിനെയും കൂട്ടി കളിക്കാനായിട്ട് പോയി. അവിടെ ചെന്നതിന് ശേഷം ഫുട്ബോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് 20ാമത്തെ മിനിറ്റിൽ മെസ്സിയുടെ നേരെ ബോൾ വന്നു.
ആ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരുന്ന മെസ്സിയുടെ പാരൻസ്, അതേപോലെ തന്നെ കോച്ച്, എല്ലാവരും പേടിച്ചു പോയി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മെസ്സി അവിടുന്ന് അതിവിദഗ്ധമായിട്ട് ആ ബോളിനെ ഒന്നും ചെയ്യാതെ മാറി നിന്നു. ഇത് കണ്ടപ്പോൾ കോച്ചിനും അതേപോലെ തന്നെ പാരൻസിനും എല്ലാവർക്കും സമാധാനമായി. ഈ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കോച്ച് അവിടെ നിന്ന് എല്ലാ പ്ലെയേഴ്സിൻ്റെ അടുത്തും പറഞ്ഞു, ഇനി മെസ്സിയുടെ അടുത്തേക്ക് ബോൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതായത് ഇനി അങ്ങോട്ടേക്ക് ബോൾ വിടരുത്, നിങ്ങൾ തന്നെ കളിക്കുക എന്നുള്ളത് കോച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്തു പ്ലെയേഴ്സിന്. പക്ഷേ കറക്റ്റ് 30ാമത്തെ മിനിറ്റിൽ പിന്നെയും മെസ്സിയുടെ നേരെ ബോൾ വന്നു. അത് മുന്നത്തേനേക്കാളും ഇച്ചിരി കൂടെ സ്പീഡിലാണ് വന്നത്. ഇത് കണ്ടപ്പോൾ കോച്ചിന് അങ്ങനെ വലിയ ടെൻഷൻ ഉണ്ടായില്ല, കാരണം മെസ്സി എന്തായാലും മാറുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സി ആ ബോളിനെ സ്റ്റോപ്പ് ചെയ്ത് ഗ്രൗണ്ടിന് ചുറ്റിനും ഓടാൻ തുടങ്ങി. പുറകെ വന്നിട്ടുള്ള മെസ്സിനേക്കാളും വലിയതായിട്ടുള്ള പ്ലെയേഴ്സിന് ആ ബോള് മെസ്സിയുടെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല. എന്തിനു പറയും, സഹോദരങ്ങൾക്ക് പോലും മെസ്സിൻ്റെ കാലിൽ നിന്ന് ആ ബോളിന് എടുക്കാൻ പറ്റിയില്ല. മെസ്സി ബോളും കൊണ്ട് ഗ്രൗണ്ടിന് ചുറ്റിനും ഓടി നേരെ കൊണ്ടുപോയിട്ട് പോസ്റ്റിൽ ഗോൾ അടിച്ചു. എല്ലാവരും സൈലൻ്റ് ആയിപ്പോയി. കോച്ചും പാരൻസും കളി കാണാൻ വന്നവരും കളിച്ചുകൊണ്ടിരുന്നവരടക്കം എല്ലാവരും സൈലൻറ്റ്. ആ ഒരു സൈലൻസിന് ശേഷം മെസ്സി ആദ്യമായിട്ട് ആരവത്തിൻ്റെ ഒച്ച കേട്ടു. ആദ്യമായിട്ടും ഇനി അങ്ങോട്ടേക്ക് കേൾക്കാൻ പോകുന്നതുമായിട്ടുള്ള ഒച്ച. അങ്ങനെ കോച്ചായ സാൽവദോറിന് കാര്യം മനസ്സിലായി, മെസ്സി ഒരു ചില്ലറക്കാരനല്ല, ഒരു ഇതിഹാസം ആവേണ്ട ആളാണെന്നുള്ളത്. അതുമാത്രമല്ല, ഇനി മെസ്സി പ്രാക്ടീസ് ചെയ്യേണ്ടത് ചെറിയ ആൾക്കാരുടെ ഇടയിലല്ല, മെസ്സിനേക്കാളും പ്രായമുള്ള ആൾക്കാരാണ് ഇനി മെസ്സിൻ്റെ കൂടെ കളിക്കേണ്ടതെന്നുള്ളത് കോച്ചിന് മനസ്സിലായി. അങ്ങനെ കോച്ച് മെസ്സിനെ നേരെ ന്യൂവെൽസ് എന്ന് പറഞ്ഞ ക്ലബ്ബിൽ ചേർത്തു. ന്യൂവെൽസിൽ ചേർത്തതിന് ശേഷം പിന്നീട് മെസ്സിയുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു. അങ്ങനെ മെസ്സിയുടെ 11ാമത്തെ വയസ്സിൽ തൻ്റെ മുത്തശ്ശി മെസ്സിയോട് വിട പറഞ്ഞു. അത് മെസ്സിനെ വല്ലാത്തൊരു വിഷമത്തിലേക്ക് കൊണ്ടുപോയി. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ആൾ തന്നെ വിട്ടു പോയി എന്നുള്ളൊരു ഫീല് വന്നു. അദ്ദേഹം വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോയി. പക്ഷെ പിന്നീട് അദ്ദേഹം എപ്പോഴൊക്കെ ഗോളടിച്ചിട്ടുണ്ടെങ്കിലും ആകാശത്തേക്ക് നോക്കിയിട്ട് കൈകളിങ്ങനെ ഉയർത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശീനോട് പറയുന്നതാണ്, ഈ ഒരു ഗോള് നടന്നതും നിങ്ങൾ കാരണമാണ് എന്നുള്ള ആ ഒരു സിമ്പലായിട്ട് മെസ്സി എല്ലാ ഗോളുകൾക്ക് ശേഷവും കൈകൾ മേളിലേക്ക് ഉയർത്താൻ തുടങ്ങി. അങ്ങനെ ആ വിഷമങ്ങളെല്ലാം മാറി വന്നപ്പോഴാണ് വേറൊരു കാര്യം വന്നത്. അതായത് മെസ്സിക്ക് പൊക്കം വെക്കുന്നില്ല, വളർച്ചയുടെ ഒരു പ്രായമാണ്. അതായത് പൊക്കം വെക്കേണ്ട ഒരു പ്രായത്തിലും മെസ്സി വളരെ ചെറുതാണ്. അപ്പോൾ ഇതൊരു പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ച് പാരൻസ് നേരെ മെസ്സിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മെസ്സിക്ക് ഗ്രോത്ത് ഹോർമോൺ ഇല്ല. ഈ ഗ്രോത്ത് ഹോർമോൺ ഇല്ലെങ്കിലും അത് മെഡിസിൻ വഴി നമുക്കൊരു പരിധി വരെ നമുക്ക് അതിനെ ശരിയാക്കിയെടുക്കാം. പക്ഷേ അപ്പോഴും അവിടെ പ്രശ്നം വന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം മെസ്സിയുടെ ചിലവ്, മെഡിക്കൽ ചിലവ് മാത്രം ഏകദേശം $1000 ചിലവാകും എന്നുള്ളൊരു രീതിയിലേക്കായി. ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ന്യൂവെൽസ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യമേ ക്ലബ്ബ് പറഞ്ഞു, ഞങ്ങൾ തന്നെ മെസ്സിയുടെ കോസ്റ്റ് കംപ്ലീറ്റ് എടുത്തോളാം, അതായത് മെഡിക്കൽ കോസ്റ്റ് കംപ്ലീറ്റ് ന്യൂവെൽസ് എന്ന് പറഞ്ഞ ക്ലബ്ബ് തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അതില്ലാണ്ടായി. കാരണം അവിടെ അർജൻറ്റീനയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നൊരു സാമ്പത്തിക മാന്യം ഈ ന്യൂവെൽസ് ക്ലബിനെയും വല്ലാതെ ബാധിച്ചു. അതുകൊണ്ട് മെസ്സിൻ്റെ പാരൻസ് ആണെങ്കിലും അതിനോടൊരു പ്രോബ്ലം കാണിച്ചില്ല. അതായത് ആദ്യമേ ന്യൂവെൽസ് പറഞ്ഞു, പിന്നീട് അത് എടുത്തില്ല എന്നുള്ള അതൊന്നും കാണിച്ചില്ല. കാരണം ഈ സാമ്പത്തിക മാന്യത്തെപ്പറ്റി എല്ലാവർക്കും നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ മെസ്സി പിന്നെയും ഡിപ്രഷനിലേക്കായി, വിഷമം ഈ ഒരു കാര്യം കൊണ്ട്. പക്ഷേ സ്റ്റോറി ശരിക്കും ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കൽ മെസ്സിയുടെ കുറച്ച് റിലേറ്റീവ്സ് സ്പെയിനിൽ നിന്നും വിളിച്ചു. ആക്ച്വലി ആ കോൾ ശരിക്കും മെസ്സിക്കുള്ള കോളായിരുന്നു. ഈ റിലേറ്റീവ്സ് വിളിച്ചത് ശരിക്കും എന്തിനാണ്? അതായത് ഈ സ്പെയിനിലുള്ള ഒരു സിറ്റിയാണ് ബാർസിലോണ. ഈ ബാർസിലോണയിൽ ഒരു ക്ലബ്ബുണ്ട്, FC ബാർസിലോണ എന്ന് പറഞ്ഞിട്ട്. ആ ക്ലബിലേക്ക് ഒരു അണ്ടർ 18 സെലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മെസ്സിക്ക് ഒരു കളിക്കാനുള്ളൊരു അവസരം റെഡിയാക്കിക്കൊണ്ടാണ് ഈ റിലേറ്റീവ്സ് മെസ്സിനെ വിളിച്ചത്. ഈ FC ബാർസിലോണ എന്ന് പറഞ്ഞ ക്ലബ്ബ് ഇൻ്റർനാഷണൽ ഗെയിംസ് കളിക്കുന്നൊരു ക്ലബ്ബാണ്. അതുമാത്രമല്ല ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു ക്ലബ്ബുമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫുട്ബോൾ കളിക്കാരുടെ ഒരു ഡ്രീം ആയിട്ടുള്ളൊരു ക്ലബ്ബാണ് ഈ FC ബാർസിലോണ. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം മെസ്സി പിന്നെയും ബൂട്ടണിഞ്ഞു. ഈ ഗെയിമിൻ്റെ ഇടയ്ക്ക് FC ബാർസിലോണയുടെ ഡയറക്ടറായിട്ടുള്ള ചാർലി റിക്സാക് ആള് മെസ്സിനെ വല്ലാതെ അവൻ്റെ ഗെയിം വല്ലാതെ വാച്ച് ചെയ്തു, വല്ലാതെ ഒബ്സർവ് ചെയ്തു.
ആ ഒരു കളി കണ്ടപ്പോഴത്തേക്കും, അതായത് ഫുൾ കളി കാണാൻ നിന്നില്ല, അപ്പോഴത്തേക്കും മെസ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് എൻക്വയറി എടുത്തു. മെസ്സിൻ്റെ കോസ്റ്റ്, അതായത് ഇപ്പോൾ ഒരു ക്ലബ്ബ് ഏറ്റെടുക്കുകയാണ് മെസ്സിനെയെങ്കിൽ മെസ്സിയുടെ ഈ ഒരു മെഡിക്കൽ ചിലവും കൂടെ കമ്പനി വഹിക്കണം എന്നുള്ള രീതിയിലേക്കായി. പക്ഷെ അതൊന്നും ഒരു പ്രോബ്ലം അല്ലായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സി വേറൊരു രാജ്യക്കാരനായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ ചാർലി റിക്സാക്ക് വല്ലാതെ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു. മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് കുറേ പറഞ്ഞു, മെസ്സിനെ എന്തായാലും നമ്മുടെ ക്ലബിലേക്ക് വേണം എന്നുള്ള രീതിയിൽ ആൾ കുറേ ഫോഴ്സ് ചെയ്തു. മാനേജ്മെൻറ്റിലുള്ള ആരും തന്നെ സമ്മതിച്ചില്ല മെസ്സിനെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡയറക്ടറായിട്ടുള്ള ചാർലി റിക്സാക്ക് പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും ഞങ്ങൾ അറിയിക്കാം, ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും അറിയിക്കാം, ഇതിൻ്റെ ഒരു കൺഫർമേഷൻ എന്തായാലും പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ന്യൂവെൽസിൻ്റെ ഓഫർ പിന്നെയും വരുന്നത്, മെസ്സിൻ്റെ ചികിത്സ ചെലവ് കംപ്ലീറ്റ് അവർ തന്നെ എടുത്തോളാം എന്നുള്ള രീതിയിൽ. ഇങ്ങനൊരു ഓഫറും കൂടെ വന്നപ്പോഴത്തേക്കും ആക്ച്വലി മെസ്സിയുടെ പാരൻസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി. എന്ത് ചെയ്യും? കാരണം FC ബാർസലോണയിൽ നിന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുമില്ല, ന്യൂവെൽസ് ആണെങ്കിൽ ഇനി തിരിച്ച് ഏറ്റെടുത്തോളാം എന്നും പറയുക. അപ്പോൾ ഇവിടെ ഡിസിഷൻ എന്തേലും വൈകുന്നോ അത്രയും നാൾ മെസ്സിയുടെ ചികിത്സ മുടങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് മെസ്സിയുടെ പാരൻസ് ഇവരോട് പറഞ്ഞു, ന്യൂവെൽസിൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ഞങ്ങൾ പറയാം, ഇതൊന്ന് FC ബാർസലോണയായിട്ട് ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാം എന്നുള്ള രീതിയിലേക്ക് മാറി. ചാർലി റിക്സാക്കിനെ കാണാൻ വേണ്ടിയിട്ട് മെസ്സിയുടെ പാരൻസ് പോയി. അവരൊരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് കാണാം എന്നുള്ള രീതിയിലേക്കാണ് ചെന്നത്. അവിടെ ചെന്ന് പാരൻസ് എല്ലാ കാര്യങ്ങളും, അതായത് ന്യൂവെൽസ് ഇങ്ങനെ ഏറ്റെടുക്കാൻ റെഡിയാണ്, എല്ലാ കാര്യങ്ങളും ആളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് റിക്സാക്കിന് മനസ്സിലാവും, ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കണം, വേറൊരു ആൾക്കാരുടെയും ഇതില്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കുന്ന ഒരു ടൈമാണെന്നുള്ളത് ആൾക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ മെസ്സിനെ കൈവിട്ട് പോകുമെന്നുള്ളത് ആൾക്ക് കൺഫേം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ അവിടെ നിന്നൊരു എഗ്രിമെൻ്റ് എഴുതാൻ വേണ്ടിയിട്ട് ആ റെസ്റ്റോറൻറ്റിൽ ഒരു പേപ്പർ തപ്പി. പക്ഷെ ഒറ്റ പേപ്പർ കിട്ടിയില്ല. അങ്ങനെ അവിടെ ഇരുന്നൊരു നാപ്കിൻ എടുത്തിട്ട് അതിലാണ് മെസ്സിനെ ബാർസലോണ ഏറ്റെടുത്തു എന്നുള്ള ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കുന്നത്. അങ്ങനെ ആ നാപ്കിനകത്ത് സൈൻ ചെയ്ത് FC ബാർസലോണയിലേക്ക് ഒഫീഷ്യലി ലയണൽ മെസ്സിനെ ഏറ്റെടുത്തു. മെസ്സിനെ ഏറ്റെടുത്തതിന് ശേഷം ഏകദേശം 21 വർഷം മെസ്സി FC ബാർസലോണയിൽ ചെലവിട്ടു. 778 ഗെയിംസ്, 672 ഗോൾസ്, അതേപോലെ 365 അസിസ്റ്റ്. 2020 പെലെയുടെ 643 ഗോൾ എന്നുള്ള ആ ഒരു നിരക്കിനെ ക്രോസ് ചെയ്തു. അതായത് ഒറ്റ ക്ലബിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച വ്യക്തി എന്നുള്ള ഒരു ബഹുമതിയും കൂടെ മെസ്സിക്കുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ ഹാട്രിക് ഉള്ള ഒരാളും കൂടിയാണ് മെസ്സി. ഒരു ശരാശരി കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 14 ഗെയിമിൽ 1% എന്നുള്ള നിരക്കിലെടുക്കുകയാണെങ്കിൽ ഏകദേശം 36 ഹാട്രിക്കാണ് ഒരു ലീഗിൽ മെസ്സി അടിച്ചിട്ടുള്ളത്. അങ്ങനെ മെസ്സിയുടെ എല്ലാ അച്ചീവ്മെൻറ്റ്സും നമുക്ക് പറയാനാണെങ്കിൽ അതൊരു ഫുൾ വേറൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതൊന്നും അല്ല മെസ്സിനെ ലോകത്തിൻ്റെ ഏറ്റവും നെറുകയിലെത്തിച്ചത്. അതായത് ഫാൻസിന് ഒരുപാട് ഫാൻസ് ഉണ്ടാക്കിയ കാര്യം ഇതല്ല, അദ്ദേഹത്തിൻ്റെ കാലുകളുടെ ചൂടുവെപ്പാണ്. ഇടംകാലം കൊണ്ട് ബോൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കണ്ണ് ചിമ്മാതെ ഗെയിം കാണാൻ നമ്മളെയും കൊണ്ട് തോന്നിപ്പിക്കും. അത്രയ്ക്ക് രസമാണ് ഫുട്ബോൾ കളിക്കുന്നത് കാണാൻ. സോ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് എന്തായാലും കാണാം. അതുവരേക്കും ബൈ.